തളാപ്പിൽ പോലീസിനെ പേടിച്ച് കിണറ്റിലേക്ക് ചാടിയ ഗോവിന്ദച്ചാമിയെ പിടികൂടി തൂക്കിയെടുക്കുന്നത് ലോകം മുഴുവൻ കണ്ടത് മാതൃഭൂമി ന്യൂസ് പകർത്തിയ ആ ദൃശ്യങ്ങളിലൂടെയായിരുന്നു. അതിസാഹസികമായ ദൃശ്യങ്ങൾ പകർത്തിയത് ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റയും. ഷിജിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ കെവിയും ഉണ്ടായിരുന്നു. കൊടും ക്രിമിനൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയെന്ന ബ്രേക്കിംഗ് വന്ന പാടെ ടെലിവിഷൻ ചാനലുകളെല്ലാം മറ്റു വാർത്തകൾ വിട്ട് ഗോവിന്ദച്ചാമിയെ കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലായിരുന്നു. തളാപ്പിൽ പോലീസ് പാഞ്ഞെത്തിയപ്പോൾ മാതൃഭൂമി ന്യൂസ് മാത്രമാണ് കൃത്യസമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. മാതൃഭൂമിയിലൂടെ അങ്ങനെ മലയാളികൾ മുഴുവൻ തത്സമയം ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നത് കണ്ടു. മറ്റു ചാനലുകൾ ആ സമയത്ത് ആശയക്കുഴപ്പത്തിലായിരുന്നു. മാതൃഭൂമി ന്യൂസ് തങ്ങൾക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ആഘോഷിച്ചപ്പോൾ മറ്റു ചാനലുകൾക്ക് മാതൃഭൂമിയുടെ ദൃശ്യങ്ങൾ കാട്ടുകയല്ലാതെ ഗത്യന്തരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ദൃശ്യങ്ങൾ കടം കൊണ്ടപ്പോഴും കടപ്പാട് വയ്ക്കാനുള്ള മര്യാദ കാട്ടാതെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായത്. എന്നാൽ ഇങ്ങനെ ദൃശ്യങ്ങൾ കടമെടുത്തപ്പോഴും കടപ്പാട് പോലും വയ്ക്കാനുള്ള മര്യാദ പോലും കാട്ടാതെയാണ് അവരെല്ലാം ആഘോഷിച്ചത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായത്. റിപ്പോർട്ടർ ചാനലാകട്ടെ മാതൃഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്തി കാട്ടിയ ശേഷം റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്ന വാട്ടർമാർക്കും ഇട്ടു. ഇതിന് മുകളിലൂടെ മാതൃഭൂമിയുടെ വാട്ടർമാർക്കും കാണാമായിരുന്നു. അതിനിടയിൽ ദൃശ്യങ്ങൾ മാതൃഭൂമിയിൽ മാത്രം എന്ന ടെക്സ്റ്റും അബദ്ധത്തിൽ റിപ്പോർട്ടറിന്റെ സ്ക്രീനിൽ വന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, 24 ന്യൂസ് തുടങ്ങിയ ചാനലുകൾ ഈ സമയത്ത് കാണിച്ച ദൃശ്യങ്ങളിലും 2 വാട്ടർമാർക്കുകളും കാണാം. ദൃശ്യങ്ങളിൽ പ്രതിയുടെ മുഖമടക്കം മങ്ങിയാണ് കാണുന്നത്. മാതൃഭൂമി ന്യൂസിലെ സീനിയർ ചീഫ് റിപ്പോർട്ടർ പ്രശാന്ത് കൃഷ്ണ ഇങ്ങനെ കുറിച്ചു: മാതൃഭൂമി ന്യൂസിന്റെ മാത്രം എക്സ്ക്ലൂസീവ് വിഷ്വൽ അതേപടി കൊടുക്കുമ്പോൾ ഒരു കടപ്പാട് കൊടുക്കുന്നതാണ് മാന്യത, അല്ലാതെ വാട്ടർമാർക്ക് മായ്ക്കുന്നതല്ല. മാതൃഭൂമി ന്യൂസിനു വേണ്ടി അതിസാഹസികമായ ദൃശ്യങ്ങൾ പകർത്തിയത് ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റയാണ്. ഷിജിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ കെവിയും ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ അനുഭവം ഷിജിൻ പറയുന്നത് ഇങ്ങനെയാണ്: ഗോവിന്ദച്ചാമിയെ കാണാതായെന്ന് അറിയുന്നത് തൊട്ടിൽപ്പാലത്ത് നിൽക്കുമ്പോഴാണ്. അവിടെ നിന്ന് നേരെ കണ്ണൂരേക്ക്. ഇവിടെ എത്തുമ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു, ഇവർ തിരയുന്ന തരത്തിൽ ആ ഫീൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്ന്. ഇവിടെ വന്നപ്പോൾ തൊട്ടടുത്ത കാടിനകത്തുണ്ടെന്ന് സംശയം പറയുന്നതോടെ കാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടിൽ പോലീസുകാർക്കൊപ്പം ഇറങ്ങണമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ വന്നത്. 2 ആളുടെ പൊക്കത്തിലുള്ള കുഴികളാണ്. മതിൽ കഴിഞ്ഞാൽ കുഴി, കുഴി കഴിഞ്ഞാൽ ചെറിയ തോടാണ്. ഈ തോട് ഒരു തവണ കയറിയിറങ്ങി കുറേ ദൂരം നടന്നു. തൊട്ടു മുൻപിൽ പോലീസുകാർ തിരയുന്നു. അവർ പോകുന്ന വഴിയെ പോയി. അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ പോലീസ് പോയതിൻ്റെ പിന്നാലെ തന്നെ പോയി. ഒരു മതിൽ കണ്ടു. മതിൽ ചാടി വീഴുന്നത് ഒരു കുഴിയിലേക്കാണ്. ആ കുഴി കഴിഞ്ഞ് ഒരു മതിൽ. അതുകഴിഞ്ഞാണ് ഗോവിന്ദച്ചാമി കിണറ്റിലേക്ക് ചാടിയതെന്ന് അറിയുന്നത്. ആദ്യം പോലീസുകാർ ഞങ്ങളെ തടഞ്ഞു. അയാൾ താണു പോകുമെന്നായിരുന്നു അവരുടെ ഭയം. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി. അവിടെ നിന്ന് പോരാൻ നോക്കുമ്പോഴാണ് ഗോവിന്ദച്ചാമി കൈ ഉയർത്തുന്നത് കാണുന്നത്. പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന വിഷ്വലാണത്. അയാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നതുവരെ തുടർച്ചയായി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. ലൈവായി പോയി. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കൂടി എടുക്കാനോടി. പക്ഷെ അവിടെയും കാനയും കുഴിയും ഉണ്ടായിരുന്നു. അവിടെ വീണു. ക്യാമറയുടെ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തിയെങ്കിലും വേറെ ഓപ്ഷൻസ് ആണ് വന്നത്. എന്തായാലും ഗോവിന്ദച്ചാമിയെ വണ്ടിയിൽ കയറ്റി. അതുവരെ അവിടെ നിന്നു. ഇതായിരുന്നു ആ എക്സ്ക്ലൂസീവ് ദൃശ്യത്തിലേക്ക് നയിച്ച യാത്ര.